ഇതിലിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് ആൾക്കാരല്ലേ. ഇത് പണ്ടത്തെ കാലത്ത് രാജകന്മാർ താമസിച്ചിരുന്ന വില്ലകളാണ്. ഉള്ളിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ലോഡ്ജ് പോലത്തെ സൗകര്യമൊക്കെ കൂടിയിട്ടാണുള്ളത്. ഇത് മുകളിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾ മാൻഗ്രൂവ് ബീച്ചിലേക്കുള്ള വഴിയായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ഷെമിവാസ്. ഞാനുള്ളത് ഇപ്പം ഉമ്മുൽ കോയിനിലാണ്. ഉമ്മുൽ കോയിനിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അതായത് ഞാൻ ഇപ്പോൾ ഉള്ളത് പഴയ ഉമ്മുൽ കോയിനിലാണ്. ബസാർ എന്ന് പറയും. അതായത് ഒരു കാലത്ത് ഉമ്മുൽ കോയിനിലെ പഴയ കെട്ടിടങ്ങളും അവിടുത്തെ അറബികൾ താമസിച്ചിരുന്ന പഴയ വില്ലകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് മാറ്റി ഉമ്മുൽ കോയിൻ ടൗൺ വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ മാറ്റിയിരിക്കുകയാണ്. അപ്പം പഴയ കുറച്ച് ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. UAE-യിലെ 7 എമിറേറ്റുകളിൽ ഒന്നാണ് ഉമ്മുൽ കോയിൻ. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന UAE-യിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതും രണ്ടാമത്തെ ചെറിയ എമിറേറ്റുമാണിത്. 1775-ൽ ഷെയ്ഖ് മജീദ് അൽ മുഅല്ല ഒരു സ്വതന്ത്ര ഷെയ്ഖ്ഡം സ്ഥാപിച്ചതോടെയാണ് ഉമ്മുൽ കോയിൻ രൂപീകൃതമായത്. തുടർന്ന് രാജകുടുംബവും മുഴുവൻ ഗോത്രവും ഉമ്മുൽ കോയിൻ പ്രദേശത്തേക്ക് താമസം മാറ്റി. ഇപ്പോൾ അത് പഴയ ഉമ്മുൽ കോയിൻ നഗരം എന്ന് അറിയപ്പെടുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ദ്വീപിലെ കുടിവെള്ളം തീർന്നപ്പോൾ അൽ മുഅല്ല ഗോത്രത്തിലെ ആളുകൾ അൽ സിനിയ ദ്വീപിൽ നിന്നും ഉമ്മുൽ കോയിനിലേക്ക് വന്നു. അവർ അവരുടെ പിൻഗാമികളുടെ അധിനിവേശം പിന്തുടർന്ന് മത്സ്യബന്ധനത്തിലൂടെയും മുത്ത് ഡൈവിങ്ങിലൂടെയും അപ്പവും വെണ്ണയും സമ്പാദിച്ചു. ഈ പ്രദേശം ഇപ്പോഴും മാറിയിട്ടില്ല. പ്രദേശത്ത് ഒരു ഡോവ് ബിൽഡിംഗ് യാർഡ്, മത്സ്യബന്ധന ബോട്ടുകൾ, വലകളും പവിഴപ്പുറ്റുകളിൽ നിർമ്മിച്ച വീടുകൾ, വാച്ച് ടവറുകൾ എന്നിവ കാണാം. ഉമ്മുൽ കോയിനിലെ പഴയ ടൗണിൽ 150 വർഷത്തിലേറെ പഴക്കമുള്ളതായി കരുതപ്പെടുന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും പരമ്പരാഗത കാറ്റാടി ഗോപുരങ്ങളുമുണ്ട്. ഇവര് കൂട്ടമായിട്ടായിരുന്നു താമസിച്ചിരുന്ന പണ്ടല്ലേ? അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. കാരണം കുറെ വില്ലകൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇവര് കൂട്ടുകുടുംബം, ഒരു കോളനി പോലെയായിരുന്നു ഉണ്ടായത്. ഇതിനകത്ത് എന്താ ഉള്ളത്? വാവ്, ഇതിലിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് ആൾക്കാരല്ലേ. ഇത് പണ്ടത്തെ കാലത്ത് രാജകന്മാർ താമസിച്ചിരുന്ന വില്ലകളാണ് ഉമ്മുൽ കോയിനിലത്തെ അല്ലേ. കബോർഡൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടാ. സോഫയുണ്ട്, വാഷ്റൂമുണ്ട്. ജിന്നുണ്ടാവും ചിലപ്പം. ഉണ്ടാവട്ടെ ഇങ്ങനത്തെ റൂമിലാണ് ജിന്നുകൾ താമസിക്കല്. കണ്ടിട്ടുണ്ട്. എന്റെ മോനെ ഇതെന്താ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച കൊറേ വർഷം ആയിട്ടാ. ക്ലോസപ്പിൽ അങ്ങനെ ശേഷം ഉണ്ടായതപ്പോലെ പഴയകാല വീടിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നില്ലടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പവിഴപ്പുറ്റു കൊണ്ടാണെന്ന്. അങ്ങനെ ഈ കക്കയിലും ഉൾപ്പെട്ട പവിഴപ്പുറ്റു കൊണ്ടാണ്. ഇതിന്റെ ബലം കണ്ടാ നീ വലിച്ചു നോക്കിയേ. ഭയങ്കര ബലമാണ് ഈ സാധനത്തിന്. ഇത് ഭിത്തിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടില്ലേ ഈ സാധനം കൂടി മിക്സ് ആക്കിയിട്ടായിരുന്നു ഭിത്തിയിൽ ഇത് തേച്ചിരുന്നത്. എത്രയോ വർഷങ്ങളുണ്ട്. ഇപ്പോഴും ഉണ്ടതാ. ഇപ്പോഴും ഇത് പറിച്ചെടുക്കാൻ പറ്റൂല, അത്രയും ഉറപ്പാണ്. പഴയ ഉമ്മുൽ കോയിനിലത്തെ തന്നെ ഒരു കടയായിരുന്നു ഇത്. കുറേ ഷട്ടറുകളും അതുപോലെ തന്നെ മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ലോഡ്ജ് പോലത്തെ സൗകര്യമൊക്കെ കൂടിയിട്ടാണുള്ളത്. ഇത് മുകളിലേക്ക് പോകുന്ന വഴിയാണ്, സ്റ്റെപ്സാണ്. പക്ഷേ ഇതൊക്കെ ആകെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് ഇതിൻ്റെ മുകളിലാണ് താമസിക്കേണ്ട സൗകര്യം ഉണ്ടായിരുന്നത്. ഇതൊരു കടകളായിരുന്നടാ. 200 വർഷം പഴക്കമുള്ള കണ്ടെത്തലുകൾ സംരക്ഷിച്ചുകൊണ്ട് ഈ നഗരം നവീകരിക്കുവാൻ ഉമ്മുൽ കോയിൻ സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട്. ഉമ്മുൽ കോയിൻ ഭരണാധികാരി പഴയ ഉമ്മുൽ കോയിൻ പുനർവികസനം ചെയ്യുവാനുള്ള തീരുമാനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതും പുതിയ പദ്ധതികൾ നിർമ്മിക്കുന്നതും ഉൾപ്പെടുന്നു. മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പാണ്. ഒരു കാലിക്കറ്റ് റെസ്റ്റോറന്റിൽ കയറി ഞാനും നിയാസും ഗീ റൈസ് ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാംഗ്രൂവ് ബീച്ചിൽ പോയാലോ എന്നായി. അല്പം പുതിയ ഉമ്മുൽ കോയിൻ കാഴ്ചകൾ കൂടി കാണിക്കാമല്ലോ.
ഇവിടെ നിന്ന് ഒരു കാറിന് 40 ദിർഹംസ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പോയി എന്തെങ്കിലും 60 ദിർഹംസിന് മിനിമം നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ഫ്രീ ആണ്. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ 40 ദിർഹംസ് പേ ചെയ്യണം. പിന്നെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ ക്യാഷ് എടുക്കുന്നതല്ല. ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് നൈറ്റ് സ്റ്റേ, ഓവർ നൈറ്റ് സ്റ്റേ, ക്യാമ്പിങ്, അതുപോലെ ബീച്ച് എൻജോയ് ചെയ്യാനൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു സെറ്റപ്പിലല്ല വന്നത്. ഇത് ഉമ്മുൽ മാംഗ്രൂവ് ബീച്ചിലെ കണ്ടൽ കാടുകളുടെ നടുവിലായി അടിപൊളി ആംബിയൻസ് ആയിട്ടുള്ള ഒരു കഫേയാണ്. ആദ്യം നമ്മൾ ടേബിളിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈനായി സംതിങ് ഓർഡർ ചെയ്യണം. പിന്നീട് മാത്രമേ കഫേയുടെ പിറകിലായുള്ള കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടന്നു ബീച്ചിന്റെയും മാംഗ്രൂവ്സിന്റെയും ഒക്കെ ഭംഗി ആസ്വദിക്കാനാവുകയുള്ളൂ. ഞങ്ങൾ 2 അറബിക് കോൾഡ് കോഫി ഓർഡർ ചെയ്തു. അത് റെഡിയായി വരുന്ന ടൈമിൽ ഞങ്ങൾ അവിടം ചുറ്റിക്കറങ്ങി ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുത്തു. പറഞ്ഞാൽ അല്പം തള്ളായി തോന്നിപ്പോകും, അത്രയ്ക്കും ഒരു വൈബാണ് ഈ സ്ഥലം. കടും പച്ചനിറത്തിൽ പരന്നു കിടക്കുന്ന കണ്ടൽ കാടുകളും അതിനോട് ചേർന്ന് കിടക്കുന്ന ബീച്ചും മനോഹരമായ നടപ്പാലവും സൂപ്പർ. സ്റ്റേക്കേഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഓരോ ഹട്ടും അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടമായിരുന്നു ഇത്. ടിക്ടോക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ റീൽസ് ചെയ്യുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം. ഉമ്മുൽ ഈ മാൻഗ്രൂവ് ബീച്ച് സന്ദർശിക്കുന്നവർ ഈ കഫേയും ഇതിന്റെ ഈ പരിസരങ്ങളും സന്ദർശിക്കാതെ പോകുന്നത് ഒരു വൻ നഷ്ടം തന്നെയായിരിക്കും. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് എത്തി. അത് എടുത്ത് മുകളിലെ നിലയിൽ പോയി കഴിക്കാനാണ് പ്ലാൻ. മുകളിലെത്തിയപ്പോൾ അവിടുത്തെ കാഴ്ച ഒന്നുകൂടി അടിപൊളിയായിരുന്നു. ഈ കഫേ മുഴുവനായും തടി കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇവിടെ ഇരുന്നാൽ കണ്ടൽക്കാടിന്റെയും ബീച്ചിന്റെയും വ്യൂ ഒന്നുകൂടി അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റുകൂടി ആയപ്പോൾ നമ്മൾ അറിയാതെ ഇരുന്നു പോകും ഏറെ നേരം. ജനുവരിയിൽ UAEയിൽ വരുന്ന നിയാസിന്റെ ഭാര്യ ദിലൂനെയും കൂട്ടി എന്തായാലും വേണമെന്ന് നിയാസ് പറയുന്നുണ്ടായിരുന്നു. എന്റെ ഈ വീഡിയോ ആരംഭിച്ചത് പഴയ ഉമ്മുൽ കൂടി യാത്ര ചെയ്തുകൊണ്ടാണ്. എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് പുതിയ ഉമ്മുൽ കൂടി യാത്ര ചെയ്തുകൊണ്ടാണ്. ഈ കാണുന്ന കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും എല്ലാം പുതിയ ഉമ്മുൽ കാഴ്ചകളാണ്. അപ്പോൾ എന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.